വെൽക്കം ടു എയ്സാപ്പ്. ഞാൻ നിങ്ങളുടെ മാത്സ് അധ്യാപകൻ ഷിബിൻ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പറഞ്ഞ ചാപ്റ്റർ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സമയം ദൂരം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അത് ഒരുപാട് പേർക്ക് ഒരു ടഫായിട്ട് ഫീൽ ചെയ്യുന്നൊരു ചാപ്റ്ററാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അതിൽ കുറേ ചോദ്യങ്ങൾ നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ചിലതൊക്കെ നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യം ഞാനൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് ആ ടൈപ്പ് ചോദ്യം ഇനി ഏതെങ്കിലും എക്സാമിൽ വന്നാൽ ഉടനടി ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ? ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? നോക്കൂ. ചോദ്യം ഇങ്ങനെയാണ്: എ ഒരു സ്ഥലത്ത് നിന്നും 30 km/h വേഗതയിൽ പുറപ്പെടുന്നു. 2 മണിക്കൂറിന് ശേഷം ബി 40 km/h വേഗത്തിൽ അതേ സ്ഥലത്ത് നിന്നും യാത്ര ആരംഭിച്ചാൽ എയും ബിയും കണ്ടുമുട്ടുന്നത് എത്ര ദൂരം പിന്നിട്ട ശേഷമായിരിക്കും? ഓക്കെ, അപ്പോൾ 120 km കഴിഞ്ഞ് കണ്ടുമുട്ടും, 200 km കഴിഞ്ഞ് കണ്ടുമുട്ടും, 180 km കഴിഞ്ഞ് കണ്ടുമുട്ടും, 240 km കഴിഞ്ഞ് കണ്ടുമുട്ടും. ഇത് ഏതായിരിക്കും ആൻസർ എന്ന് വരും. അപ്പോൾ എന്താ ചോദ്യത്തിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കിയേ. എ എന്ന് പറയുന്ന ആൾ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് അയാളുടെ ബൈക്കിൽ 30 km സ്പീഡിൽ ആദ്യം പോയി. എന്നിട്ട് ബി എന്ന് പറയുന്ന ആൾ ഈ എ പോയി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ബിക്ക് ഇതിൽ സ്പീഡ് കൂടുതലാണ്. എത്രയുണ്ട്? 40 ഉണ്ട്. അപ്പോൾ കുറച്ച് എത്തി ഈ പറയുന്ന എയും ബിയും അവസാനം കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. അത് എത്ര ദൂരം പിന്നിട്ട ശേഷമാണ് കണ്ടുമുട്ടുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ടൈപ്പ് ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആദ്യം ക്ലിയർ ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടത്? നന്നായിട്ട് നോക്കിയോളൂ. ഈ തന്ന ചോദ്യത്തിൽ എത്ര സ്പീഡുണ്ട് ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തന്ന ചോദ്യത്തിൽ എത്ര സ്പീഡുണ്ട്? 2 സ്പീഡുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ 2 സ്പീഡും പിന്നെ ഉണ്ടായിരിക്കേണ്ട പിന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ വേണ്ടി 2 മണിക്കൂറിന് ശേഷം എന്നൊരു വാക്കുണ്ടോ. അതായത് ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എയും ബിയും എടുത്തിട്ടുള്ള സമയത്തിൻ്റെ വ്യത്യാസമാണ് 2 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സമയം നമ്മൾ വ്യത്യാസം. കാരണം എന്താണ്? 2 മണിക്കൂർ കഴിഞ്ഞല്ലേ പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട രണ്ടാമത്തെ എലമെൻറ്റ് ടൈം ഡിഫറൻസ് ആണ്, സമയത്തിൻ്റെ വ്യത്യാസം. ഓക്കെ, എങ്കിൽ ചോദ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഏതെങ്കിലും ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ചോദ്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ 2 സ്പീഡും സമയത്തിൻ്റെ വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ ആ ദൂരം കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, എങ്ങനെയാണ് ദൂരം കണ്ടുപിടിക്കാൻ തരൂ? ശ്രദ്ധിച്ചിരുന്നു. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം തരൂ? ആ സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ, സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക. ചെയ്ത് നോക്കാലോ? ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഒരൊറ്റ സ്റ്റെപ്പിൽ ഞാൻ തീർക്കാൻ പോകുന്നു. 30 ഗുണിക്കണം 40. 30 ഗുണിക്കണം 40. ഓക്കെ ആണോ? ഇനി ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. 30 40 തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്രയായി? 10. ഓക്കെ, ഇനി ഇൻറ്റു ഓക്കെ ഇൻറ്റു സമയത്തിലെ വ്യത്യാസം. സമയത്തിലെ വ്യത്യാസം എത്രയാണ്? 2 മണിക്കൂർ. ഇങ്ങനൊരു സ്റ്റെപ്പ് എക്സാം ആൾ പോയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. എന്താണ് സ്റ്റെപ്പ് എന്ന് നോക്കിയേ. ഏതെങ്കിലും ചോദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 സ്പീഡും സമയത്തിൻ്റെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറച്ചത് ഇൻറ്റു സമയത്തിലെ വ്യത്യാസം. സമയത്തിലെ വ്യത്യാസം 2 മണിക്കൂർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഉത്തരം നോക്കൂ. 0 ഞാൻ വെട്ടിക്കളഞ്ഞു. ഓക്കെ, 3 ഗുണിക്കണം 40 120 120 ഗുണിക്കണം 2 ഉത്തരം എത്ര ആയിരിക്കും? 240 km. അപ്പോൾ ഈ എയും ബിയും 240 km കഴിഞ്ഞാൽ അവർ കണ്ടുമുട്ടും. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്, നന്നായിട്ട് മനസ്സിലാക്കുക. സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക, സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക, സമയത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. 2 സ്പീഡും ഉണ്ടായിരിക്കണം, സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം നോക്കൂ. ഒരു വാഹനം 50 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തുന്നു. ഓക്കെ, അപ്പോൾ 50 km പോവുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഓഫീസിലെത്തുമെന്ന് വിചാരിക്കാം. ആ വാഹനം 40 km/h വേഗത്തിലാണ് സഞ്ചരിച്ചതെങ്കിൽ 24 മിനിറ്റ് താമസിച്ചാണ് ഈ പറയുന്ന സ്ഥലത്തെത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക. 50 km സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്തെത്തും. 40 km സ്പീഡിൽ, അഥവാ സ്പീഡ് ഇത്തിരി കുറച്ച് പോയതുകൊണ്ട് ഇവിടെ 24 മിനിറ്റ് താമസിച്ചു എന്നാണ് പറയുന്നത്. എങ്കിൽ ആ വാഹനം സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു ഈ ചോദ്യത്തിൽ തന്ന എലമെൻറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. 2 സ്പീഡ് കണ്ടോ? ഏതൊക്കെയാണ് 2 സ്പീഡ്? ഇതാ. ഓക്കെ, പിന്നെയുള്ള പോയിന്റ് എന്താ? 24 മിനിറ്റ്. ഈ 24 മിനിറ്റ് എന്താ? 24 മിനിറ്റ് താമസിച്ചെത്തും സ്പീഡ് കുറഞ്ഞു പോയാൽ. ഇതല്ലേ പറഞ്ഞുള്ളത്. അപ്പോൾ 24 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സമയത്തിൻ്റെ വ്യത്യാസമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ചോദ്യത്തിൽ 2 സ്പീഡും ഉണ്ട്, സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക. സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര വരും? 50 ഗുണിക്കണം 40. ഓക്കെ,
ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര വരും? 10. ഗുണിക്കണം എന്താ ഗുണിക്കേണ്ടത്? സ്പീഡുകൾ തമ്മിൽ ഗുണിച്ചത് ഡിവൈഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറച്ചത് ഇൻറ്റു സമയത്തിലെ വ്യത്യാസം. സമയത്തിലെ വ്യത്യാസം എത്രയാണെന്ന് നോക്കിയേ, 24 മിനിറ്റ് വ്യത്യാസം. 24 മിനിറ്റ്. റെഡിയാണല്ലോ? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു പോയിന്റ് കൂടി ഉണ്ട്. അതിനാണ് ഞാൻ ആ ചോദ്യം തന്നെ സെലക്ട് ചെയ്തത്. കഴിഞ്ഞ ചോദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിലെങ്ങനെയായിരുന്നു നോക്കൂ. ഇതാ നോക്കിയേ, ഈ 2 എന്ന് പറയുന്നത് എന്താണത്? 2 മണിക്കൂറാണ്. ശരിയാണോ? കഴിഞ്ഞ ചോദ്യത്തിൽ 2 മണിക്കൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ചോദ്യത്തിൽ നോക്കിയേ, ഇത് 24 മിനിറ്റാണ്. അപ്പോൾ അവിടെ മണിക്കൂർ, ഇവിടെ മിനിറ്റ്, ചെറിയൊരു വ്യത്യാസം വരണം. കാരണം അവിടെ മണിക്കൂറാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കണ്ടോ, 2 എന്ന് നേരിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് ആ മിനിറ്റിന് നമ്മൾ മണിക്കൂറിലോട്ട് മാറ്റണം. മിനിറ്റിന് നമ്മൾ എങ്ങോട്ട് മാറ്റണം? മണിക്കൂറിലോട്ട് മാറ്റണം. മണിക്കൂറിലോട്ട് എങ്ങനെ മാറ്റുക? ഏതുകൊണ്ടായിരിക്കണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് മണിക്കൂറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഒന്ന് ഗുണിച്ച് നോക്കിയേ. ഇതാ 0 വെട്ടിക്കളഞ്ഞു. ഇവിടെ 40-ൽ 20 2 പ്രാവശ്യം, 60-ൽ 3 പ്രാവശ്യം. ഓക്കെ ആണോ? ശരി. ഇനി ഏതാ വെട്ടാൻ പറ്റുക? 3 24-ൽ 8 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 2 5 ഗുണിക്കണം 2 10, 10 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ? 80 കിലോമീറ്റർ ആയിരിക്കും ഇയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാ ഓപ്ഷൻ നോക്കൂ? ഓപ്ഷൻ ബി, 80 കിലോമീറ്റർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇനി ഒരു എക്സാം പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനടി നിങ്ങളത് ആൻസറിലോട്ട് എത്തണം. സ്പീഡുകൾ തമ്മിൽ ഗുണിച്ചത് ഡിവൈഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കുറച്ചത് ഇൻറ്റു സമയത്തിലെ വ്യത്യാസം എന്നാണ് ഷോർട്ട് കട്ട്. സമയത്തിലെ വ്യത്യാസം മിനിറ്റ് ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? മണിക്കൂറിലോട്ട് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി 2 ചോദ്യം നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തു. ഇനി നിങ്ങളുടെ ഉഴവാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാൻ ഞാൻ ചോദ്യം തരുന്നു. ആ ചോദ്യം ഈ സെയിം ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾ വിത്തിൻ സെക്കൻഡ്സ് വർക്കൗട്ട് ചെയ്തു ഉത്തരങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, ചോദ്യം നോക്കൂ, നന്നായിട്ട് വായിച്ച് ശ്രദ്ധിക്കുക. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 40 km/h വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 4 മിനിറ്റ് താമസിച്ചെത്തുന്നു. 50 km/h വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 8 മിനിറ്റ് നേരത്തെ എത്തി എങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദ്യം. ഈ സെയിം പോയിന്റ് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ഐഡിയ ഉപയോഗിച്ച് ചെയ്യണം. ഈ സെയിം ഷോർട്ട് കട്ട് പ്രകാരം അതിൻ്റെ ഉത്തരം എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരിക. ഓക്കെ, സ്പീഡ് അപ്പ്.